അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലാസിക് സൂപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ലീക്ക് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടി ഞാനത് കാണിച്ചു തരാം. സോ ഇതാണ് ലീക്ക് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ഈ സൂപ്പിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ താഴോട്ട് കാണുന്ന ഒരു വൈറ്റ് പോർഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഫൈബർ, ഇത് ഇച്ചിരി ഫൈബർ കൂടുതലായിട്ടുള്ളൊരു പോർഷനാണ്, അത് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഈ ലീക്ക് ആൻഡ് പൊട്ടാറ്റോ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നല്ലൊരു മൈൽഡ് ഫ്ലേവറാണ്. ഒത്തിരി സ്പൈസി ആയിട്ടുള്ളതൊന്നുമല്ല, നല്ലൊരു മൈൽഡ് ഫ്ലേവറിൽ വരുന്ന നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അതുപോലെ തന്നെ ഇതൊരു പെർഫെക്റ്റ് ഡിന്നറിന് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സൂപ്പും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഇതുപോലത്തെ ഒരു സ്റ്റോക്ക് പോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ബട്ടർ ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തണ്ട് സെലറി നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ നല്ല മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സബോള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി ഒനിയൻ്റെ കളറൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സബോള ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 450 ഗ്രാം ചോപ്ഡ് പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 തണ്ട് ലീക്സ് ഇതുപോലെ റൗണ്ട് റിങ്സ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലീക്ക് എടുക്കുമ്പം അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചെറിയ തണ്ടാണെങ്കിൽ നിങ്ങൾക്കൊരു 3 തണ്ട് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല വലിയ തണ്ടായതുകൊണ്ട് ഞാൻ 2 തണ്ട് ലീക്സ് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുത്തത്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് 4 കപ്പ് ചൂടുവെള്ളത്തിലേക്ക് 4 ചിക്കൻ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്ത്, ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ്സ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഈ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റോക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുവാണെങ്കിൽ അത് തയ്യാറാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് വെജിറ്റബിൾ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതിന് പകരം 4 കപ്പ് ഹോട്ട് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്കൊരല്പം, അതായത് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് 20 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പൊട്ടാറ്റോ നല്ല സോഫ്റ്റായിട്ട് വരുന്നിടം വരെയാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ആൻഡ് ലീക്ക് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടാറ്റോ ആൻഡ് ലീക്ക് ഒന്ന് വേറെ ബൗളിലോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അത് ലാസ്റ്റ് നമ്മൾ സൂപ്പ് സെർവ് ചെയ്യാൻ നേരം അതിൻ്റെ മുകളിലൊന്ന് വെച്ച് ഗാർണിഷ് ചെയ്യാനാണ്. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് പ്യൂരി ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയ ശേഷം മിക്സിയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് മിക്സ് നമ്മളിവിടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്നുകൂടി ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ഡെലീഷ്യസ് ആൻഡ് ക്രീമി ആയിട്ടുള്ള പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് ഇവിടെ റെഡിയാണ്. ഇതുപോലെ നല്ല ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ നല്ല സിമ്പിൾ ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള പൊട്ടാറ്റോ ആൻഡ് ലീക്ക് സൂപ്പ് ഇവിടെ റെഡിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സൂപ്പാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ നമുക്ക് ടോസ്റ്റഡ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡ് സ്റ്റിക്സ് ഒക്കെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ഡിന്നറിന് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സൂപ്പ് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.